record the transaction. അതാണ് ഈ accrual concept. That is this accrual concept. Okay. Next is accounting period concept. Accounting period concept. So what is telling him? നമുക്കറിയാം accounting period concept. ഒരു അക്കൗണ്ടിങ് ഇയറിലാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ അക്കൗണ്ടിങ് ഇയർ വി ആർ പ്രിപ്പയറിങ് വൺ ഇയറിന്റെ ഒരു അക്കൗണ്ടിങ് ഇയറിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. സോ ഇൻ going concern concept assumes that the business will continue for a longer period of time, almost infinite period of time. In going concern concept പറയുന്നത് infinite period of time the business will continue എന്നാണ്. പക്ഷേ the businessman cannot postpone the preparation of financial statement indefinitely. Therefore, what he'll do, he'll prepare periodically or year by year. Adalengilum in a quarter year, half yearly, quarter yearly we'll prepare. You can prepare books of account. That is another concept. Okay. Next is matching concept. Matching concept the revenue and expenses incurred to earn revenue must belong to the same accounting year. അതായത് റവന്യൂ കോസ്റ്റും തമ്മിൽ ഒരു മാച്ച് ഉണ്ടായിരിക്കണം. ഇപ്പൊ സെയിം അക്കൗണ്ടിങ് ഇയറിൽ തന്നെ ഇപ്പൊ ഒരു റവന്യൂ അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ദ സെയിം അക്കൗണ്ടിങ് ഇയർ സം റവന്യൂ ഇസ് അറൈസ്ഡ്. സോ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കോസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്. സോ റവന്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദ സിമിലർ കൈൻഡ് ഓഫ് കോസ്റ്റ് വിൽ ഓൾസോ ബി ദർ. സോ ദ കോസ്റ്റ് ആൻഡ് റവന്യൂ ഷുഡ് ബി മാച്ച്ഡ്. ദാറ്റ് ഇസ് മാച്ചിങ് കോൺസെപ്റ്റ്. Audible? I have to check sometimes. Yes, ma'am. Yes, ma'am. ഈ മാച്ചിങ് കോൺസെപ്റ്റില് പറയുന്നത് ആ ഇയറിൽ ഒരു റവന്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം, ഇപ്പം കഴിഞ്ഞ അക്കൗണ്ടിങ് ഇയർ എടുക്കാം. ദ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ സം റവന്യൂ ഹാസ് അറൈസ്ഡ് ഇൻ ദ കമ്പനി. സോ ആ ഇയറിൽ തന്നെ, ഇൻ ദ ലാസ്റ്റ് ഇയറിൽ തന്നെ വാട്ട് എവർ കോസ്റ്റ് ഹാസ് justifying this revenue, that should also be written in the books of account, so that the revenue and cost both will be matched. ഏതൊക്കെ റവന്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആ കമ്പനിയിൽ ഉണ്ടാവും. ആ കോസ്റ്റ് ഷുഡ് ഓൾസോ ബി ടേക്കൺ. അതായത് ആ വർഷത്തെ നെക്സ്റ്റ് ഇയറില്, മുന്നത്തെ ഇയറിലോ അതല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത ഇയറിലെയോ അതല്ലെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ടുള്ളതോ അല്ല, ആ ഇയറിലത് എന്തൊക്കെയാണോ ദാറ്റ് ഇയറിലതാണ് നമ്മൾ വി ഹാവ് ടു റിട്ടൺ ഇൻ ദിസ് മാച്ചിങ് കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, പിന്നെ അൺഎക്സ്പെക്ടഡ് പേ ചെയ്തിട്ടുള്ള എക്സ്പെൻസസ്, അങ്ങനെയൊക്കെ പല എക്സ്പെൻസുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം വരുന്നത് ഇവിടെയാണ്, ഈ മാച്ചിങ് കോൺസെപ്റ്റിൽ. അതെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം ടേക്ക് ഇൻ ടു കൺസെപ്റ്റ്. ദേ വിൽ ഓൾസോ ടേക്ക് ഇൻ ടു കൺസെപ്റ്റ് ബട്ട് ഇൻ എ ഡിഫറെന്റ് മാനർ. അപ്പോൾ മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓൾ ദ റവന്യൂ വന്നിട്ടുണ്ടെങ്കിൽ in a company in a financial year whatever revenue has arisen in the company, there should be an equal or matching cost should also be recorded for justifying that revenue. I have already said some conventions. രണ്ടായിട്ട് തിരിച്ചിട്ട് കോൺസെപ്റ്റ്സ് ഉണ്ട്, കൺവെന്റ് ഉണ്ട്. കൺവെൻഷൻസ് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അതെല്ലാം കോൺസെപ്റ്റുകളാണ്. നെക്സ്റ്റ് ഇസ് അനദർ സൈഡ് കൺവെൻഷൻസ് എന്ന് പറയുന്ന ഒരു ഇതാണ് പ്രാക്ടീസ് ബേസ്ഡ് ഓൺ റിൽ എഗ്രിമെന്റ്. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സർട്ടൻ പ്രാക്ടീസുകളാണ്. കാലങ്ങളായിട്ട് ട്രഡീഷണലി വി ആർ പ്രാക്ടീസ് ചെയ്യുന്നത്. The first adopted by various organizations over a period of time, derived by usage and practice, and no need to have a universal application. ഫോളോ ചെയ്യണമെന്ന് ഇല്ല, ബട്ട് സ്റ്റിൽ അത് ഫോളോ ചെയ്യുന്നതാണ്, പ്രാക്ടീസ് ആണ്. ജനറലി നമ്മൾ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണ് ഈ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ കസ്റ്റമർ ട്രഡിഷൻ conventions. So first convention is conservatism. Conservatism again ആ വേർഡിൽ തന്നെ ഉണ്ട്, കൺസർവേറ്റീവ്.
കൺസർവേറ്റീവ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര കൺസർവേറ്റീവ് ഫാമിലിയാണെന്ന് പറയും. അതായത് നമുക്ക് മാറ്റങ്ങളോടൊക്കെ കുറച്ച് വിമുഖത കാണിക്കുന്ന ആൾക്കാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പം ഈ കൺസർവേറ്റീവ് പ്രൂഡൻസ് കോൺസെപ്റ്റ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പ്രൂഡൻസ് കോൺസെപ്റ്റ് വിച്ച് മീൻസ് ദാറ്റ് ഒരു വിസ്ഡം ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുക എന്നാണ്. പ്രൂഡൻസ് എന്നുള്ള വേർഡ് മീനിങ് അതാണ്. ഫോക്കാസ്റ്റ് ചെയ്യണം, നമ്മൾ ഒരു ഫ്യൂച്ചറിലേക്ക് ഫോക്കാസ്റ്റ് ചെയ്യണം. അതാണ് ഇത് prudence concept അല്ലെങ്കിൽ so in this concept what accountants എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ anticipate there is no profit but anticipate all the losses. എല്ലാ പ്രോഫിറ്റുകളെയും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ആന്റിസിപ്പേറ്റ് പ്രോഫിറ്റുകളെ എല്ലാ പ്രോഫിറ്റുകളെയും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യില്ല. പ്രോഫിറ്റ് ഉണ്ടാവുന്ന നമ്മൾ ആന്റിസിപ്പേറ്റ് വി ഡോണ്ട് ആന്റിസിപ്പേറ്റ്. അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടാവുന്ന നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യും. We will anticipate all the losses. We'll anticipate all the losses. We'll do provisions for all the provisions and reserve for meeting this kind of losses. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതാറുണ്ട്. ഇപ്പം ഫ്യൂച്ചറിൽ ബാഡ് ഡെറ്റ്സ് ഉണ്ടാവും കമ്പനിയിൽ. ബാഡ് ഡെറ്റ്സ് ഉണ്ടാവുന്നു. വി ആർ എക്സ്പെക്ടിങ് സം കൈൻഡ് ഓഫ് ബാഡ് ഡെറ്റ്സ്. സോ വിൽ ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ദാറ്റ് ബാഡ് ഡെറ്റ്സ്. ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് മേ ഹാപ്പൻ. ബാഡ് ഡെറ്റ്സ് മേ അറൈസ് ഇൻ ദ കമ്പനി. ബാഡ് ഡെറ്റ്സ് വെച്ചാൽ കിട്ടാക്കടങ്ങൾ. നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരില്ല അവര്. That is a risk. Company, from the point of view company, it is a risk. So what we'll do, we'll create a provision for that. Reserve some amount will be set aside for meeting that kind of expenses. For what means that we are anticipating that loss. We are anticipating or we are expecting. That loss is expected, but we don't anticipate the profit. Profit next year litra profit ഉണ്ടാവുന്നു വിചാരിച്ചിട്ട് we don't write that kind of anything. We'll be writing in the books of account that we are anticipating the profit will be there in the next year, or we are anticipating in the next month this much profit will be there, and we are writing that thing in the books of account. It is not allowed. It is not happen. It is not possible to write that kind of transaction. That kinds of record. You have to write only, or you have to anticipate only the losses. So that is അതാണ് ഈ ഒരു കൺവെൻഷൻ പറയുന്നത്. ഈ ഒരു കൺസർവേറ്റിസം എന്ന് പറയുന്നത്, കൺസർവേറ്റിസം പറയുന്ന വേർഡ് മീനിങ്ങിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ പറയുന്നത് നമുക്ക് ഒരു അതായത് പ്രോഫിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നമുണ്ട്. അതാണ് ഒരു വിമുഖതയുണ്ട്. ദാറ്റ് ഇസ് വൈ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ സിമ്പിൾ കൺവെൻഷൻ ആണ് കൺസിസ്റ്റൻസി കൺവെൻഷൻ. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കൺവെൻഷൻ ആണ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ there should be conformity from period to period, unchanging policies and procedures. അതായത് consistent, all the accounting practices should be consistent. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് വാല്യൂ നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഒരു മെത്തേഡിലാണ്. ഈ ഇയർലി ഈ ഒരു മെത്തേഡിലാണ് വാല്യൂ ചെയ്യുന്നത്. ഇൻ ദ നെക്സ്റ്റ് ഇയർ വി ആർ അഡോപ്റ്റിംഗ് എ ഡിഫറെന്റ് മെത്തേഡ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതായത് ഒരു സാധനം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്ലി യു ഷുഡ് ഫോളോ ഇയർ ബൈ ഇയർ you should follow the same accounting practices. Because if this concept is not followed, then the comparison will be very difficult, because in the last year we are following different kind of accounting treatment for something, and this year we are doing the different kind of treatments, so that the comparison is not very much possible. So the person who is responsible for the preparation of this financial statement, he should follow this consistency convention. Consistency convention നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതാണ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷറിൽ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എല്ലാ ഫിനാൻഷ്യൽ സൈറ്റിലെല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷേ മെറ്റീരിയൽ ഇൻഫോർമേഷൻസ് ആണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വാട്ട് ആർ ഇമ്മെറ്റീരിയൽ തിങ്സ് ഇൻ എ കമ്പനി? വെരി സ്മോൾ കൈൻഡ് of expenses. We have bought a bulk amount of pen for writing. എംപ്ലോയീസിന് എഴുതാൻ വേണ്ടി നമ്മൾ കുറെ പെന്ന് വാങ്ങി. ബിക്കോസ് our company is a
cement manufacturing company. Our company is a cement manufacturing company. So buying pencils or pen is not a material thing. But if you are running a business of a pen or pencil, that kind of business you are doing, then this purchase will matter. So other company അനുസരിച്ച് it will change. ഓരോ കമ്പനി അനുസരിച്ച് it will change. But generally full disclosure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the material information should be recorded. All the material information should be fully disclosed. It should be open. It should be visible for all the person. But all the immaterial kind of things, small things, that need not be recorded. Oh, okay. This materiality concept-ലാണ് അങ്ങനെ പറയുന്നത്. Okay, materiality concept. Another concept ഉണ്ട്. എനിക്ക് ചേഞ്ച് ഒരു ചെറിയൊരു വ്യത്യാസം വന്നതാണ്. ഫുൾ ഡിസ്ക്ലോഷറിൽ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുക. ഫുൾ ഡിസ്ക്ലോഷർ ഫുൾ ഡിസ്ക്ലോസ് എവറിത്തിങ് ഷുഡ് ബി ഡിസ്ക്ലോസ്. ആൻഡ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിലാണ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിലാണ് ഈ ഫുൾ ഡിസ്ക്ലോഷർ ചെയ്യുന്നുണ്ടെങ്കിലും മെറ്റീരിയാലിറ്റിയിൽ പറയുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഐറ്റംസ് അതല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് ഇൻഫർമേഷൻ അതാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അതാണ്. അത് ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം, പക്ഷെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളതൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിൾ ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇയർ ബൈ ഇയർ സെയിം അല്ലെ. കൺസർവേറ്റിസം വിച്ച് മീൻസ് ദാറ്റ് ആന്റിസിപ്പേറ്റ് ഓൾ പ്രോഫിറ്റ് ബട്ട് നോ ലോസ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. വി ഡോണ്ട് ആന്റിസിപ്പേറ്റ് ദ ലോസസ്, വി ഓൺലി ആന്റിസിപ്പേറ്റ് ദ പ്രോഫിറ്റ്. ദാറ്റ് ഇസ് കൺസർവേറ്റിസം. Next is consistency. Year by year you should follow the same policy or same kind of financial financial policies should be same. Year by year you are not changing your recording style or some policies difference adu change cheyan paadilla. Consistent agum should be same. Full disclosure, all the information should be disclosed completely. Okay, all the financial statement സൈറ്റിലും അല്ലാതെയും എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിന് യൂസേഴ്സിന് ഇറ്റ് ഷുഡ് ബി ഫുള്ളി ഡിസ്ക്ലോസ്. ആൻഡ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇഫ് ഇറ്റ് ഇസ് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഓൺലി മെറ്റീരിയൽ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. This thing also I'll take debit and credit. ഇത്രയും മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിലേക്ക് പോവാം. അത് കുറച്ച് കൂടുതൽ പറയാനുണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. So what is an account? Account is ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. Then classification of accounts. Accounts can be classified into personal account, real account and nominal account. മൂന്ന് അക്കൗണ്ടുകളായിട്ടാണ്. All the transactions in the company will be belonging to these three classifications. അതായത് ഒന്നുകിൽ it should be a personal account and impersonal account it is classified. Personal account എന്ന് വെച്ചാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്. Personal account എന്ന് വെച്ചാൽ the accounts which is related to persons. അതാണ് പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ പേഴ്സണലായിട്ട് റിലേറ്റ് ആവാത്ത അക്കൗണ്ടുകളാണ് റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. പക്ഷെ യൂഷ്വലി നമ്മൾ പറയുന്നത് there is 3 accounts, that is personal account, real account and nominal account. These are the 3 accounts which is usually followed in the company: personal account, real account and nominal account. And these 3 accounts has a different kind of rules also. So next we look for in detail what is this personal, what is this real and nominal account എന്ന് നോക്കാം. Personal account can be all the accounts which show dealing with a person. ഒരു പേഴ്സണായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്നാ പറയാ. And the personal account can be divided into natural persons account, artificial persons account and representative personal account. 3 രീതിയിലുള്ള പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ട്. First one is natural person account. നാച്ചുറൽ പേഴ്സൺസ് ഇതൊക്കെ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നാച്ചുറൽ പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ പേഴ്സൺസ് ഗോപാൽസ് അക്കൗണ്ട്, കൃഷ്ണാസ് അക്കൗണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ, ദാറ്റ് ഇസ് നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഗുഡ്സ് വാങ്ങി, കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി, അപ്പൊ അവിടെ ഒരു നാച്ചുറൽ പേഴ്സന്റെ അക്കൗണ്ട് ആണ് അവിടെ വരിക. അപ്പൊ അതാണ് അവിടെ ഒരു നാച്ചുറൽ പേഴ്സന്റെ അക്കൗണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പഠിക്കാം, മനസ്സിലാക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് ഇസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വെച്ചാൽ ബാങ്കിങ് കമ്പനി ഓർ കമ്പനി എന്തെങ്കിലും എൻറ്റിറ്റീസ്, ഫിനാൻസ് കമ്പനി
അതൊക്കെയാണ് ഇൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ. കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ ഇറ്റ്സെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് സെഷൻ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ് കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ, ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. സോ അപ്പൊ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അത് എഴുതും നമ്മൾ. ദാറ്റ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഇസ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഇത് വെച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ടുകളുണ്ട്. ഇറ്റ് ഷുഡ് ബി റെപ്രസെന്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് നമ്മൾ കമ്പനി ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ കൊടുക്കാനുണ്ട്. ഇറ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ് that we have to pay in the future, that is outstanding. Interest outstanding, which means that there is so many shareholders will be there and we have to pay them interest. The company has to pay interest to them, so that interest is outstanding. So that interest outstanding account is actually a representative personal account, which represents a group of person, which represent a couple of persons, which represent the whole shareholders in our company. അപ്പൊ അതൊരു റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് ഇതിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. കമ്പനിയിൽ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ്, ബട്ട് ഇറ്റ്സ് എ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, റെന്റ് റിസീവ്ഡ്, അഡ്വാൻസ്, കമ്മീഷൻ, ഇതെല്ലാം റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഓൾ ദ അസെറ്റ്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു റിയൽ കൈൻഡ് ഓഫ് ഫർണിച്ചർ, മെഷീനറി, ബിൽഡിംഗ്. Cash account is also a real account. Please note that cash account is a real account. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്യാഷ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്. കൂടാതെ അനദർ റിയൽ അക്കൗണ്ട്സ് ആർ ഫർണിച്ചർ അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്. ഇതെല്ലാം റിയൽ അക്കൗണ്ട് തന്നെയാണ്. ഓക്കെ, സോ റിയൽ അക്കൗണ്ട് മറന്നു പോകരുത്. റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾ, ഫർണിച്ചറുകൾ, ബിൽഡിങ്ങുകൾ, ക്യാഷ്. മെയിൻ ആയിട്ട് അതാണ് റിയൽ അക്കൗണ്ട്. ക്യാഷ് മറന്നു വരുന്നത്. ക്യാഷ് അക്കൗണ്ട് ഇസ് എ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിന് റൂൾ ഉണ്ട്. അപ്പൊ ആ റൂള് ഈ ക്യാഷ് അക്കൗണ്ടിനും ആപ്ലിക്കബിൾ ആണ്. റിയൽ അക്കൗണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ടത് പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഇസ് റിയൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഇസ് റിലേറ്റഡ് ടു സം കൈൻഡ് ഓഫ് എ പേഴ്സൺ. അതാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ട് ഇസ് റിലേറ്റഡ് ടു സം കൈൻഡ് ഓഫ് റിയൽ അസെറ്റ്, റിയൽ ക്യാഷ്, റിയൽ അക്കൗണ്ട്. And also there which is called nominal account. So all the transactions which is related to expenses, losses, incomes, gains, ഇതെല്ലാം വരുന്നത് which is coming under nominal account. എല്ലാ എക്സ്പെൻസസുകളും, ലോസസുകളും, ഇൻകംസ് ഇതൊന്നും മറ്റതിൽ പെടാത്തതാണ്. ഓക്കെ, എല്ലാ എക്സ്പെൻസസുകള്, ലോസസുകള്. അപ്പൊ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം യു ഷുഡ് റൈറ്റ് ഇൻ ദ പേഴ്സണൽ അക്കൗണ്ട്. Then the cash related ആയിട്ടുള്ള, which is related to cash, which is related to machinery, furniture. So all the records will be coming under real account. And the nominal account, which means that all the transactions, all the accounts which is related to expenses, losses, incomes, gains will be recording in the nominal account. And it all has a different rules for real account, nominal account and personal account. എല്ലാത്തിനും റൂൾ ഉണ്ട്, which is called golden rule of accounting. ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് നമ്മളത് പ്ലസ് ടുവിനൊക്കെ കാണാതെ പഠിക്കുന്നതാണ്. പക്ഷെ ഇപ്പം നോൺ കോമേഴ്സ് സ്റ്റുഡൻസ് ആർ ഓൾസോ ദേർ നോ. ദാറ്റ് ഇസ് വൈ ഐ എം ടേക്കിംഗ് ദിസ് ഇൻ ഡീറ്റെയിൽ. ഐ എം ടേക്കിംഗ്. ഓക്കെ, hope it is clear. All the account is divided into three. Our accounts is divided into personal account, real account and nominal account. And all the three account has a different rules. They are treating differently in our accounts. They are treating in a different way. Both real account and nominal account and personal account all will be treating in a different style. So please bear in mind, account is divided into personal account, real account and nominal. Please bear in mind, because നമ്മൾ അടുത്തതെല്ലാം പഠിക്കുന്ന അതിന്റെ മേലെയാണ്. അപ്പം this thing you should always remember. Our whole accounting will be divided into personal account, real account and nominal account. Personal account ൽ വരുന്നത് Joseph's account, Gopal's account, loan from John, salaries outstanding, insurance prepaid. These are personal account. Real account ൽ വരുന്നത് furniture, building, machinery, vehicles, cash. And nominal account ൽ വരുന്നത് salaries, wages, interest, rent, commission. അങ്ങനെ കുറെ ഉണ്ട്, കുറെ എക്സ്പെൻസസുകൾ ഉണ്ട്. സോ ഓൾ ദി എക്സ്പെൻസസ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. all the this kind of transactions will be recorded under nominal account. Okay,
ഇത്ര ഇവിടെ നിൽക്കട്ടെ.